ഒരു ദയാദാക്ഷിണ്യവും വേണ്ട, കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ചിടണം. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകൾക്കെതിരെ ആക്രമണത്തിന് നിർദ്ദേശം നൽകി ഡൊണാൾഡ് ട്രംപ്. ഇതോടുകൂടി തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഒരു യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം അത്തരമൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കരയിലെ യുദ്ധം അവിടെ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് കടലിലേക്ക് വ്യാപിപ്പിക്കുമോ എന്ന ആശങ്ക പോലും ഇവിടെ പ്രകടമാവുകയാണ്. മാത്രമല്ല, ഇറാനെ ഒരിക്കൽ പോലും തലപൊക്കാൻ, ഒരിടത്ത് പോലും തലപൊക്കാൻ അമേരിക്കൻ നാവികസേന അനുവദിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയായ പാതകളിൽ ഒന്നായ ഇവിടെ മൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കങ്ങളെ എന്തു വില കൊടുത്തു പോലും ഇവിടെ നേരിടുമെന്ന പ്രഖ്യാപനമായിരുന്നു ട്രംപ് നടത്തിയത്. യാതൊരു വിധത്തിലുമുള്ള ഒരു മടിയും കൂടാതെ തന്നെ ശത്രു ബോട്ടുകളെ തകർക്കാനാണ് സൈന്യത്തിന് ഇവിടെ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ നാവികസേനയിലെ 159 കപ്പലുകളും നിലവിൽ കടലിന്റെ അടിത്തട്ടിലാണ് ഉള്ളതെന്നും അവരുടെ നാവിക ശക്തി നാമമാത്രമാണ് എന്നതാണ് ഇപ്പോൾ ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ അതിവേഗത്തിൽ തന്നെ തുടരുന്നതായി തന്നെ അമേരിക്കൻ സേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ വേഗതയും വ്യാപ്തിയും 3 ഇരട്ടിയായി തന്നെ വർദ്ധിപ്പിക്കാൻ ട്രംപ് ആകട്ടെ വലിയ രീതിയിലുള്ള നിർദ്ദേശം നൽകിയതായിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആഗോള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് കൂടുതലായി തന്നെ സുഗമമായി തന്നെ പോകാനുള്ള ആ ഒരു ചർച്ച അത് നടക്കുന്നതിനിടയിൽ ഇത്തരം ഒരു പ്രഖ്യാപനം ട്രംപ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക നാവിക കപ്പൽ ഭൂരിഭാഗവും തകർക്കപ്പെട്ടതായി തന്നെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഇവിടെ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാന്റെ വിപ്ലവ ഗാർഡിന്റെ കൈവശം ഇപ്പോഴും വേഗതയേറിയ തരത്തിലുള്ള ചെറിയ ബോട്ടുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത്തരം ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആകട്ടെ ചില രീതിയിലുള്ള ആക്രമണങ്ങളും അതുപോലെ മൈനുകൾ വിന്യസിപ്പിക്കുന്നതിന് മുതിരുന്നത് എന്നതാണ് ഇവിടെ സൂചനകൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ പുതിയ നീക്കം മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കുമെന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.